കാന്തപുരം മൂല്യാരൊക്കെ ഒരു ഭാഗത്ത് വിഴുങ്ങാൻ നോക്കുക. അപ്പോ ഈ CM മടവൂര് പറഞ്ഞത്രേ, അന്താലൽ ഹഖ്, അന്താലൽ ഹഖ്, നീ AP ഗ്രൂപ്പുകാരനാ, നീ സത്യത്തിന്മേല. എന്നിട്ടോ കഫറ, കഫറ എന്ന് പറഞ്ഞ ആരെ കുറിച്ചാ? EK അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് കഫറ. അപ്പൊ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അത് പലർത്തുണ്ട്, പലർത്തം എനിക്കറിയാം. ഓ, പലർത്തുണ്ട്, ശരിയാണ്. അതെന്താ തെളിവ്? മുസ്ലിയാക്കന്മാർ തന്നെ ന്യായീകരിച്ചല്ലോ. ഖുർആനിൽ പറഞ്ഞു അജബൽ കുഫാർ. അജബൽ കുഫാർ എന്ന് പറഞ്ഞാൽ അവിടെ കാഫറുകളെ അത്ഭുതപ്പെടുത്തി എന്നല്ല, വിശ്വാസികളെ അത്ഭുതപ്പെടുത്തി എന്നല്ല, നേരെ മറിച്ച് കുഫാർ എന്ന് പറഞ്ഞാൽ അവിടെ കൃഷിക്കാരനെ അത്ഭുതപ്പെടുത്തി എന്നാണ്. അപ്പൊ കഫറ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്ന അർത്ഥമുണ്ട് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ നിൽക്കണ്ട. ഏതായാലും EK അബൂബക്കർ മുസ്ലിയാർ കഫറ എന്ന് പറഞ്ഞാൽ അബൂബക്കർ മുസ്ലിയാർ കൃഷി ചെയ്തു എന്ന അർത്ഥത്തിലല്ലല്ലോ അവിടെ പറഞ്ഞത്. അബൂബക്കർ മുസ്ലിയാർ കൃഷി ചെയ്തു, അന്താരൽ ഹക്ക്, നീ സത്യത്തിന്മേലാണ്, അബൂബക്കർ മുസ്ലിയാർ കൃഷിക്കാരനാണ് എന്ന അർത്ഥത്തിലല്ലല്ലോ. ആ അർത്ഥമല്ലാത്ത ഏതർത്ഥത്തിലാണെങ്കിലും ആ അർത്ഥത്തിലല്ലേ കഫറ എന്ന് പറഞ്ഞത്. എങ്കിൽ ആ കഫറ എന്ന് CM മടവൂർ ഈക്കക്കാരെ കുറിച്ച് പറഞ്ഞുവെങ്കിൽ, ആ കഫറ എന്ന് CM മടവൂർ പറഞ്ഞ ഈക്കക്കാര് ഹജ്ജിന് പോകുമ്പോ ഇവിടുന്ന് പോകുന്ന ഈക്കക്കാര്, ഹജ്ജിന് പോകുന്ന ഈക്കക്കാര് കാഫിരീങ്ങളാണ് എന്ന് ഉള്ളാർത്ഥങ്ങൾ പറഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ആവേശം കൊള്ളിച്ചാലോ? മുസ്ലിയാക്കന്മാരെ, നിങ്ങളും ഞങ്ങളും ഒരുപോലായി പോകും, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യൂല. നിങ്ങളെപ്പോലെ ഞങ്ങൾക്കാകാൻ പറ്റൂലല്ലോ. ഇത്രയും കൃത്യമായി ഇനിയും വിശദീകരിക്കാൻ ഞങ്ങളുടെ ഇനിയുണ്ട്, വിഷമിക്കണ്ട, ഇനിയും വേണമെങ്കിൽ ഞങ്ങൾ തരാം. ഇത് പറയുമ്പോ ഇതൊക്കെ ഇപ്പൊ മൗലവി കുടുങ്ങിയപ്പോ പുതിയൊരു ക്ലിപ്പ് ഉണ്ടാക്കി തൽക്കാലം തടിസലാമത്താക്കാൻ വന്നതാണ്. എന്നായിരിക്കും മൂല്യാര് നാളെ വന്നിട്ട് പറയാ, മൂല്യാര് ആ പൂതി വേണ്ട, നമുക്ക് മുമ്പേ പരിചയമുണ്ടല്ലോ. നമുക്ക് മുമ്പേ പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് ആ പൂതി വേണ്ട. നിങ്ങൾ ഇവിടെ ഇട്ട ക്ലിപ്പ് ഉണ്ടല്ലോ, നിങ്ങൾ ഇവിടെ ഇട്ട മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടില്ലോ, തെളിയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ക്ലിപ്പ് ഉണ്ടല്ലോ, അതിന്റെ ബാക്കിയാ കാണിക്കാൻ പോകുന്നത്. അന്ന് അതവിടെ പറയുമ്പോ എന്റെ കയ്യിൽ ക്ലിപ്പുണ്ട്, ഈ വിശദീകരണം മുഴുവൻ നൽകാനുള്ള ക്ലിപ്പുകൾ തയ്യാറായിട്ടുണ്ട്. പക്ഷെ അന്ന് നിങ്ങൾ മുടക്കി സമയം 10 മണിക്ക് അവസാനിപ്പിക്കണമെന്ന് നിയമപാലകന്മാരെ കൊണ്ട് പറയിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അവിടെ നിർത്തേണ്ടി വന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അടുത്ത പരിപാടി ഇന്നടുത്തുണ്ട്, അവിടെ ഞാൻ ഈ വിഷയം വിശദീകരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് ഞാനത് അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് പേരോട് മുസ്ലിയാരും ഈ കേരളത്തിലങ്ങോളം ഇങ്ങോളം ഈ രൂപത്തിൽ മർക്കസിന്റെ ഏതോ മൂലയിൽ നിന്ന് ആരോ കൊടുത്തുവിടുന്ന ക്ലിപ്പുകൾ പെറുക്കിക്കൊണ്ടുപോയി ആ പ്രസംഗങ്ങൾ കേരളത്തിലങ്ങോളം ഇങ്ങോളം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ മുസ്ലിയാക്കന്മാർക്കും വേണ്ടി മുസ്ലിയാക്കന്മാരിടുന്ന ആ ക്ലിപ്പിന്റെ ബാക്കി ഭാഗം ഇതാ കേട്ടോളൂ. ഇത് പറഞ്ഞതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കും മുസ്ലിയാക്കന്മാര്. ഇൻഷാ അല്ലാഹ് നാളെ വരുന്നുണ്ട് ആലുവ കുന്നത്തേരിയിൽ അലവി സഖാഫി സുലൈമാൻ സഖാഫി മാളിയേക്കൽ പറയാ, എന്ത് അതേ ഹജ്ജിന് വരുന്നവർ ചെരുപ്പ് കള്ളന്മാരുണ്ട് ഹജ്ജിന് വരുന്ന ആൾക്കാര്. എത്ര എണ്ണം നിങ്ങൾ പറഞ്ഞോളൂ, എണ്ണം പറഞ്ഞോളൂ, എത്ര എണ്ണം ചെരുപ്പ് വെക്കാൻ വരുന്നുണ്ട്. പിന്നെ പറയാണ് സ്ത്രീകളെ തൊടാൻ വരുന്നുണ്ട്, സ്ത്രീകളെ സ്പർശിക്കാൻ വരുന്നുണ്ട് ഹജ്ജിന്. ആരാ ഹജ്ജിന് പോകുന്നത്? ആരാണ് ആ ബൗണ്ടറി കയറുന്നത്? മുസ്ലിങ്ങളല്ലാതെ ആരെങ്കിലും ആ ബൗണ്ടറിയിലുണ്ടോ? ഹജ്ജ് ചെയ്യാൻ വരുന്നവർ സ്ത്രീകളെ സ്പർശിക്കാൻ വരുന്നവരാണെന്ന് അലവി പറയുന്നത്, സുലൈമാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ കുന്നത്തേരിയിൽ നമുക്ക് കാണാം. അപ്പൊ മുജാഹിദ് പറഞ്ഞത് അതുമായിട്ട് ചേർത്ത് വെച്ച് കൃത്യമാണ് കാര്യം. എന്താ, ചില ആളുകൾ അവിടെ പോണുണ്ട്, അവിടെ തിരക്കുണ്ടാക്കുന്നുണ്ട് ബോധപൂർവം. പോക്കറ്റ് അടിക്കാൻ അവിടെ ഹജ്ജിന് ആൾ വരുന്നുണ്ട്, അലവി പറയുന്നുണ്ട്. പോക്കറ്റ് അടിക്കാനേ തിക്കും തിരക്കും ഉണ്ടാക്കിയിട്ട് ദുരന്തമുണ്ടാകുന്നു അതുവഴി. അതാണ് മുജാഹിദ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സമയം അതിക്രമിച്ചത് കൊണ്ട് ഇന്ന് അത് വിശദീകരിക്കാൻ സമയമില്ല. ഏതായാലും നാളെ ആലുവയിൽ ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ ബാക്കിയുള്ള വിഷയങ്ങളിൽ പേരോട് പറഞ്ഞ അബദ്ധങ്ങളും ഇസ്ലാഹി പ്രസ്ഥാനത്തെ കുറിച്ച് നടത്തിയ തെറ്റിദ്ധാരണകളും നമുക്ക് കീറിമുറിച്ച് പരിശോധിക്കേണ്ടതുണ്ട്. അതിനു പുറമെ ഇൻഷാ അല്ലാഹ് മെയ് 2-ാം തീയതി ആലപ്പുഴയിൽ തന്നെ ചന്ദ്രൂര് വെച്ചുകൊണ്ട് തന്നെ ബാക്കിയുള്ള വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, അതിനുവേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഇഹത്തിലും പരത്തിലും വിജയിപ്പിക്കുമാറാകട്ടെ. കണ്ടോ, പ്രസംഗം അവസാനിക്കാണ്. അവിടെ ഞാൻ കൃത്യമായി പറഞ്ഞു, ഇന്ന് വിഷയം പൂർത്തിയാകണില്ല, ഇന്നടുത്ത് വന്നുണ്ട്, അലവിയുടെ ക്ലിപ്പുണ്ട്, സുലൈമാന്റെ ക്ലിപ്പുണ്ട്, അതൊക്കെ വരാനുണ്ട്. അതായത് ഇപ്പൊ കണ്ടുപിടിച്ചിട്ട് അന്ന് തന്നെ മുസ്ലിയാർ ഇവിടെ ഇട്ട ക്ലിപ്പിന്റെ ബാക്കിയാക്കേണ്ടത് അന്ന് തന്നെ നമ്മൾ അതിനുള്ള കൃത്യമായ വിശദീകരണം തയ്യാറായി കയ്യിലുണ്ട്. സമയക്കുറവ് മൂലം, അതാ ഞാൻ അവിടെ പറയുന്നുണ്ട്, മുസ്ലിയാർ ഇട്ട ക്ലിപ്പിൽ തന്നെ കാണാം. സമയക്കുറവ് മൂലം എനിക്ക് ആ ക്ലിപ്പുകൾ എന്റെ കയ്യിലുണ്ട്, സമയക്കുറവ് മൂലം ഞാൻ ഇപ്പോൾ ഇടുന്നില്ല എന്ന് അവിടെ തന്നെ പറയുന്നുണ്ട്. രണ്ട് മുസ്ലിയാർ പറയാ, മൗലവി കുളത്തിലായി. ഏത് മഞ്ചേശ്വരം പാദപ്രകാരത്തിൽ വിഷയം അവതരിപ്പിച്ച് കുളത്തിലായത്, പേരോട് തോട്ടിലായത്.
തോട്ടിലായി പേരോട് സേഫ്റ്റി ടാങ്കില്. അത് കൃത്യമായി അദ്ദേഹം തന്നെ പറയുന്ന വാചകമുണ്ട്, ഇൻഷാ അല്ലാഹ് വേണ്ടി വന്നാൽ പിന്നീടാകാം. അങ്ങനെയാണല്ലോ, എല്ലാം ഉടനെ അങ്ങനെ കൊടുക്കലല്ല. ഒന്ന് കുറച്ചൊക്കെ ചോദിച്ച് വാങ്ങുമ്പോ അങ്ങനെ കൊടുക്കുമ്പോ ഒരു ബർക്കത്തുണ്ട്. അതുകൊണ്ട് ആ ബർക്കത്തിന് വേണ്ടി മാറ്റി വെക്കുക തോട്ടിലായ കഥ. ഇനി അത് മാത്രല്ല, അതുകൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി കളവ് പറഞ്ഞതാണ്. ആരാ കളവ് പറഞ്ഞത്? ആരാ കളവ് പ്രചരിപ്പിക്കുന്നത്? അനാഥ മക്കളുടെ പേരിൽ പോലും, യതീമക്കളുടെ പേരിൽ പോലും കള്ളം പറഞ്ഞവരാരാ? ബാപ്പയില്ലാത്ത മക്കൾക്ക് ബാപ്പ ഉണ്ടാക്കിയവരാരാ? ബാപ്പയുള്ള മക്കൾക്ക് ബാപ്പയില്ലാതാക്കിയവരാരാ? ഞാനല്ല പറയേണ്ടത്, മുസ്ലിയാക്കന്മാർ തന്നെ പറയേണ്ടത്. കേട്ടോളൂ. യതീമക്കളെ പേര് പറഞ്ഞിട്ട് ഇക്കഴിഞ്ഞ സമ്മേളനത്തിൽ അവർ പുസ്തകമാക്കി കുറെ മക്കളെ ഫോട്ടോ, നിരന്നു നിൽക്കുന്ന ഫോട്ടോ. അപ്പൊ മുസ്ലിം ലീഗ് ഭരണത്തിലിരിക്കുമ്പോ PM അബൂബക്കർ സാഹിബ് നേരത്തെ സ്കൂൾ അനുവദിച്ചു കൊടുത്തു, എയ്ഡഡായിട്ട്. മർക്കസിലെ സ്കൂൾ എന്ന പേര്, പക്ഷെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ശമ്പളം കൊടുക്കുന്ന കേരള സർക്കാരാണ്. അങ്ങനത്തെ ഒരു എയ്ഡ് സ്കൂൾ അവിടെ ഉണ്ട്. അതിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ ആണുണ്ട്, പെണ്ണുണ്ട്, മുസ്ലിമുണ്ട്, അമുസ്ലിമുണ്ട്, മുജാഹിദുണ്ട്, സുന്നിണ്ട്, എല്ലാവർക്കും പഠിക്കാൻ വരാം. എയ്ഡ് സ്കൂൾ അല്ലേ? ബഹുമാനപ്പെട്ട ET മുഹമ്മദ് ബഷീർ വിദ്യാഭ്യാസ മന്ത്രി ആയപ്പോ ഒരു ഗേൾസ് ഹൈ സ്കൂളും ഇവർക്ക് എക്സ്ട്രാ കൊടുത്താലും നന്ദി ഉണ്ടാവില്ലല്ലോ. ആയിക്കോട്ടെ, നന്ദി വേണ്ട, മുഅ്മിനീങ്ങളുടെ ഭാഗത്തിന് നന്ദി ഉണ്ടാവുള്ളൂ, അല്ലാതെ നന്ദി ഉണ്ടാവൂല. പക്ഷെ കൊടുത്തു. ഇതൊക്കെ കൊടുത്ത് അവിടെയും കുറെ കുട്ടികൾ പഠിക്കാൻ തുടങ്ങി. അപ്പൊ കുറെ കുട്ടികൾ പഠിക്കുന്ന കുട്ടികളെ മുഴുവനും അസംബ്ലി വിളിച്ചിട്ട് ഫോട്ടോ പിടിക്കാം. ആ ഫോട്ടോ പിടിച്ചിട്ട് ഇതൊക്കെ എത്തിക്കുട്ടികളാണ് കണ്ടോ? എങ്ങനെ ഇതൊക്കെ എത്തിക്കുട്ടികളാണ്? ഇങ്ങനെ എത്തിക്കുട്ടികളെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ചില ആളുകളെ കയ്യിൽ ഈ ബുക്ക് കിട്ടിയപ്പോ ആളുകൾ ഞാൻ അത്ഭുതപ്പെടുക, സുബ്ഹാനല്ലാഹ്, എന്റെ മോനാണത്, കുട്ടിയുടെ വാപ്പ ഞാനിപ്പോൾ ജീവിച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി അന്വേഷിക്കാൻ വേണ്ടി ഞാൻ പറയാം, പേര് വായിച്ചരാം. കാരന്തൂര് കോണോട്ട് കുഞ്ഞുങ്ങൾ ബക്കറിന്റെ മകൻ 8ാം തരം വിദ്യാർത്ഥി മഹബൂബ്, മേലേജത്തുൽ അലി ഹസന്റെ മകൻ 9ാം ക്ലാസ് വിദ്യാർത്ഥി സാദിഖ് ഹസൻ, ഇടവഴിപ്പുറത്ത് അബൂബക്കറിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുഹൈല്, കോട്ടോപ്പറമ്പ് കരിക്കും കണ്ടി ബാപ്പുട്ടി ഗൾഫില, ആ ഗൾഫിലുള്ള ബാപ്പുട്ടിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി റാഷിദ്, കുറ്റിക്കടവ് പുതുപ്പറമ്പത്ത് മുഹമ്മദിന്റെ മകൻ 7ാം തരം വിദ്യാർത്ഥി സുക്കൂർ. ഇവരൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവർക്ക് എത്തിക്കിട്ടുള്ള വാപ്പൊക്കെ ഹയാത്തിലുണ്ട്. പാപ്പാരെന്തിക്ക രാവിലെ എന്റെ പേരിൽ കുട്ടി പുസ്തകവും ഭക്ഷണമൊക്കെ കയ്യിൽ പിടിച്ച് കുട്ടികൾ നേരെ ഇറങ്ങി പോകുന്നു. ഇവർക്ക് വസ്ത്രം, പുസ്തകം, ഭക്ഷണം, താമസം ഒക്കെ നമ്മളെ കൊടുക്കുന്നത്. അവർ പഠിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ശമ്പളമാണെങ്കിലോ ഇന്ത്യ ഗവൺമെന്റ് കേരള സർക്കാരും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് എന്താ അവകാശമുള്ളത്? ഇയാൾക്കൊരു അവകാശമില്ല. എന്നിട്ടും നമ്മുടെ മക്കളെ പേരിൽ യതീമക്കളെന്ന് പറയുകയോ. ഈ വർഷം അവർ പുറത്തിറക്കിയ മർക്കസിന്റെ സമ്മേളനത്തിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ പരസ്യമായി അവർ അച്ചടിച്ചതാ യതീമക്കളെ ഫോട്ടോ വെച്ചിട്ട്. നിങ്ങൾ നോക്കിയതാ, ഞാൻ ഫോട്ടോ കാട്ടിയില്ലെന്ന് പറയുന്ന ഈ ഫോട്ടോ, ഈ നിരന്ന് നിൽക്കുന്ന ഈ ഫോട്ടോ കാട്ടിയിട്ട് ആ ഫോട്ടോ മുഴുവനും യതീമക്കളാണ് എന്ന് എന്താ പറയുന്നത്? മർക്കസിന്റെ തണലിൽ ധന്യരായി തുർക്കിയായ യതീംഖാനയിലെ ബാലന്മാർ ഒക്കെ എത്തിങ്ങാന കുട്ടികളാ. ഏകദേശം ഒക്കെ ബാപ്പുള്ളവരാ. അതാണ് ബാപ്പല്ലാത്ത കുട്ടികൾക്ക് ബാപ്പുണ്ടാക്കുന്ന അത്ഭുത വിദ്യ. അതുകൊണ്ടല്ലേ അബുലേക്ക് ബാപ്പല്ലാത്ത ബാപ്പാന്ന് പലരും ഇയാളെ പറ്റി വെറുതെ പറഞ്ഞത്. കണ്ടോ? ബാപ്പയില്ലാത്തവർ ബാപ്പയായതാരാ? എടോ, അസംബ്ലിക്ക് വന്ന കുട്ടികളെ, സ്കൂളിൽ അസംബ്ലിക്ക് വന്ന കുട്ടികളെ ഫോട്ടോ അടിച്ചിട്ട് പറയാ അനാഥ മക്കൾ. ആരാ കള്ളം പറഞ്ഞത്? യതീമക്കളുടെ പേരിൽ കള്ളം പറഞ്ഞവരാരാ? ബാപ്പയുള്ള മക്കളെ യതീമക്കളെ ആക്കിയവരാരാ? ഫോട്ടോ അടിച്ചിറക്കി വിറ്റേ നോക്കുമ്പോ ഇടാ എന്റെ പൊന്നാരെ പൊതുവെ മുന്നിൽ നിൽക്കണ യതീം കുട്ടി, അനാഥ കുട്ടി. ഏയ്, ഒരാളുകൾ മുതലേ എന്റെ മോന് യതീമായത് എപ്പോഴാ? മൂപ്പരോട് ജീവിച്ചിരിക്കുക, മൂപ്പറ മോൻ യതീമായി. ഈ ജാതി തട്ടിപ്പ് നടത്തിയവൻ, കളവ് പറഞ്ഞവൻ ആരാണ്? സക്കാഫിയല്ലേ പറഞ്ഞത്? അപ്പോ ഈ രൂപത്തിൽ കള്ളവും തട്ടിപ്പും നടത്തുന്ന ആൾക്കാരൊക്കെ, ഈ മുസ്ലിയാക്കന്മാരൊക്കെ വിചാരിക്കണം അവനവനെ പോലെ മറ്റുള്ളവരൊന്നാ. മുസ്ലിയാക്കന്മാരെ തെറ്റിദ്ധരിക്കണ്ട, ഒരിക്കലും നിങ്ങളെ പോലല്ല. യതീമക്കളെ, ആ യതീമക്കളല്ലാത്തവരെ യതീമക്കളാക്കി ഫോട്ടോ എടുത്തിട്ട് അതുവഴി പിരിവ് നടത്തുകയും മറ്റുള്ളവരുടെ മുന്നിൽ അത് അവതരിപ്പിക്കുകയും അങ്ങനെ തട്ടിപ്പും കളവും നടത്തുന്നവര് മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് പറയാ അവർ കളവ് പറയുന്നു അല്ല. ഇനിയിപ്പോ മുസ്ലിയാക്കന്മാർക്ക് ഒരു വിഷമാ, എന്ത് ആ മറ്റേ ഗ്രൂപ്പുകാരനല്ലേ, വേണ്ട ഇങ്ങോട്ട് ഗ്രൂപ്പ് തരാ. അങ്ങനെ നിങ്ങൾക്ക് വല്ലാത്ത വിഷമം, എനിക്കറിയാം വിഷമം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പിന്റെ അടുത്ത് കേട്ടോളൂ. കളവാണ്. സക്കാഫിയെ കൊണ്ട് സക്കാഫി, 2 സക്കാഫിമാര്, രണ്ടിലൊരാൾ കളവാ പറയുന്നത്. അത് ഞാൻ ആരാന്ന് ഞാൻ പറയൂല, അത് മുസ്ലിയാക്കന്മാർ ഇവിടെ ഒന്ന് പറയണം. കേട്ടോളൂ. ഒരു മുസ്ലിയാർ പറയട്ടെ, ഒരു മുസ്ലിയാർ സക്കാഫി, ഒരു സ്വന്തം ഗ്രൂപ്പുകാരൻ വരട്ടെ.
വിശ്വാസ പ്രമാണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സത്യവിശ്വാസി യാതൊരു കഴിവും കാര്യവും അല്ലാഹു തആലാക്കല്ലാതെ മറ്റാർക്കുമില്ലെന്നും ഏതുവിധ സഹായമായാലും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് മാത്രമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല. അത് അഖീദയുടെ വീക്ഷണത്തിൽ അത് ശിർക്കാവുകയില്ല എന്ന് തന്നെയാണ് ഉസ്താദിന് പറയാനുള്ളത്.